നന്ദൻ പിന്നെ ഒന്നും ചോദിക്കാതെ തിരിഞ്ഞു നടന്നു. വേഗം മുറിയിൽ ചെന്ന് ബെഡിലേക്കിരുന്നു. നെഞ്ചിൽ എവിടെയോ ഒരു നീറ്റൽ. ജീവിതത്തിൽ ആദ്യമായി. എന്താ ഇങ്ങനെ? കണ്ണുകൾ അടച്ച് തലയ്ക്ക് മുകളിൽ കൈമറ വെച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെയും ദേവ് വിളിച്ചു വിട്ടു. നന്ദൻ ഒരു അകലം പാലിച്ചു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. നന്ദൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കുന്നത് ദേവ് ശ്രദ്ധിച്ചിരുന്നു. എന്നാലും സത്യങ്ങൾ തുറന്നു പറയാൻ തോന്നിയില്ല. രാവിലെ രണ്ടാളും ഇറങ്ങി. ഇന്നലത്തെ സന്തോഷമൊന്നും ഇന്ന് നന്ദൻ കാണാത്തതുകൊണ്ട് കണ്ണൻ അവനെ ചുറ്റിപ്പറ്റി നിന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഓരോ സിഗരറ്റ് വലിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ണൻ കാരണം ചോദിക്കുന്നത്. പറ നന്ദേട്ടാ, എന്തായാലും നമുക്ക് പരിഹരിക്കാം, കണ്ണൻ പറഞ്ഞു. അവൾക്ക് വിവാഹത്തിന് മുമ്പ് ആരെയോ ഇഷ്ടമായിരുന്നെന്ന് നന്ദൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. ആഹാ, ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ടിപ്പോ എന്തു പറയുന്നു? അവൾക്ക് അയാളെ ഇഷ്ടമായ കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നത്രേ. അപ്പോൾ കുഴപ്പമില്ല, അതെന്താ? അല്ല, ഇനി ഇഷ്ടം പറഞ്ഞാലും അയാൾ സ്വീകരിക്കില്ല. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെ ആരെങ്കിലും സ്നേഹിക്കുമോ? കണ്ണൻ പറഞ്ഞു. ഉവ്വ, ടിവിയിലും ന്യൂസിലും ഇപ്പോൾ അവിഹിതം മാത്രമേ ഉള്ളൂ. ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു, കൊട്ടേഷൻ വെച്ചു, നന്ദൻ പറഞ്ഞു. ആ, അങ്ങനെയും കുറേ എണ്ണം ഉണ്ട് എന്ന് കരുതി എല്ലാവരും അങ്ങനെയല്ലല്ലോ. ആ, പക്ഷെ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ഓ, ഇനി 1 വർഷം കഴിഞ്ഞാൽ ഡിവോഴ്സ് ചോദിക്കോ? നന്ദന് സംശയം. ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാം. നന്ദന് ആരും വേണ്ട. അന്നും ഇന്നും ഒറ്റയാ. നന്ദൻ ദേഷ്യത്തോടെ സിഗരറ്റ് വലിച്ച് എറിഞ്ഞു. വൈകിട്ട് ബസ് ഇറങ്ങുമ്പോൾ ദേവു അവനെ കുറെ നോക്കിയെങ്കിലും കണ്ടില്ല. വീട്ടിലെത്തി ഒന്ന് മേല് കഴുകി ചായ ഇടുമ്പോഴാണ് നന്ദൻ വന്നത്. അവന് ചായ ചേർത്ത് വെച്ചു. നന്ദന് മനസ്സിന് ആകപ്പാടെ എന്തൊരു ടെൻഷൻ. ഈ പെണ്ണ് പോവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നാട്ടുകാർ എന്തു പറയും? ഇവള് പോയാലും അതിൻ്റെ കഴിവുകേടാണെന്ന് പറയൂ. അവള് പോയാൽ ഒന്നുമില്ലേ? ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു കുത്തൽ പോലെ. ചായ. ദേവു ചായ നീട്ടി. നന്ദ ചായ വാങ്ങി ടിവിയിലേക്ക് നോക്കി. ടിവിയിലെ പാട്ടിനൊപ്പം മൂളിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. നന്ദൻ ഫോണടിച്ചപ്പോൾ എഴുന്നേറ്റ് ചെന്നെടുത്തു. എന്താടാ, എപ്പോ? നന്ദൻ ചായ വേഗം ടേബിളിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. ദേവികേ, ഉറക്കെയുള്ള വിളി കേട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ? ദേവി ചോദിച്ചു. നിന്റെ വളയൊന്ന് തരുമോ? നന്ദന് എന്തോ അഭിമാന പ്രശ്നം തോന്നി. ആ, ദേവ് വേഗം ഊരിക്കൊടുത്തു. കൂട്ടുകാരൻ ഹോസ്പിറ്റലിലാണ്, ഞാൻ തരാം. നന്ദന്റെ സ്വരത്തിൽ വ്യത്യാസം തോന്നി. ദേവ് തലയാട്ടി. ആ വളയുടെ കാര്യം പറഞ്ഞപ്പോൾ പോലും ഇവളെന്താ പിന്നെ മതിയെന്നോ തിരക്ക് വേണ്ട എന്നൊന്നും പറയാത്തെ? സ്നേഹമുണ്ടെങ്കിൽ ഭാര്യയുടെ സ്വർണം ഭർത്താവിൻ്റെ കൂടെയാണെന്ന് പറയില്ലേ? തിരക്ക് പിടിച്ച് ഓടുമ്പോഴും അതായിരുന്നു മനസ്സിൽ. ദേവ് രാത്രിയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചെങ്കിലും നന്ദൻ എത്തിയില്ല. ആ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ അവൾക്ക് ഭയം തോന്നി. ഐസുവിന് മുന്നിൽ ഇരിക്കുമ്പോൾ നന്ദന് ശരീരം തളരുന്നുണ്ടായിരുന്നു. അവൻ സുധിയും സുനിയെയും നോക്കി. രണ്ടാളും തലതാഴ്ത്തി ഇരിക്കുന്നുണ്ട്. ദിനേശിന്റെ ഭാര്യ സ്നേഹ കണ്ണീരോടെ നിൽക്കുന്നുണ്ട്. ആ കാഴ്ച എന്തോ അവന് അരോചകമായി തോന്നി. കണ്ണൻ നന്ദന്റെ അടുത്ത് വന്നിരുന്നു. ദിനേശേട്ടൻ്റെ അമ്മ നല്ല കരച്ചിലാണ്, കൊണ്ടുവന്നാലോ? കണ്ണൻ ചോദിച്ചു. എന്നിട്ട് ഇവളോട് ഈ ഷോ നിർത്തി പോവാൻ പറ. നന്ദൻ കലിപ്പോടെ സ്നേഹയെ നോക്കി. സ്നേഹ കണ്ണു നിറച്ച് തലതാഴ്ത്തി. കൊണ്ടുപോയി കൊല്ലിക്കാൻ നോക്കിയതും പോരാ, അവളുടെ കള്ളക്കരച്ചിൽ. നന്ദൻ പല്ല് കടിച്ചു. നന്ദേട്ട, വേണ്ട. കണ്ണൻ കയ്യിൽ മുറുക്കെ പിടിച്ചപ്പോൾ നന്ദൻ ചുറ്റും നോക്കി. ശാന്തമായി. ബൈക്ക് കാണാൻ പറ്റില്ല, അമ്മാതിരി ഇടിയ. കണ്ടു നിന്നവർ പറഞ്ഞത് ദിനേശേട്ടൻ കൊണ്ടുപോയി ഇടിച്ചതാണെന്ന കണ്ണൻ പറഞ്ഞു. സ്നേഹ അത് കേട്ടപ്പോൾ വിങ്ങിപ്പൊട്ടി. ഇവളോട് ഈ അഭിനയം നിർത്താൻ പറയുന്നുണ്ടോ? നന്ദൻ ചാടി എഴുന്നേറ്റു. നേഴ്സ് വേഗം ഓടി വന്നു. അതെ, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ പറ്റില്ല, നേഴ്സ് പറഞ്ഞു. സ്നേഹ ഷോൾ കൊണ്ട് വാ പൊത്തി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. നന്ദേട്ട, ഏട്ടൻ വീട്ടിലേക്ക് ചെല്ല്. ഭാര്യ അവിടെ തനിച്ചല്ലേ, കണ്ണൻ പറഞ്ഞു. ആ, ചുറ്റും വീടൊന്നും ഇല്ലാലോ, ചെല്ല് നന്ദ, സുധി പറഞ്ഞു. നന്ദനും അപ്പോഴാണ് ദേവിനെ ഓർത്തത്. അവൻ എഴുന്നേറ്റ് കയ്യിലുള്ള ബാക്കി കാശ് സുധിയെ ഏൽപ്പിച്ചു. ഇവിടെ തന്നെ ഉണ്ടാവണം, ഞാൻ രാവിലെ എത്താം. മൂന്നാളും തലയാട്ടി. നന്ദൻ മെല്ലെ ഇറങ്ങി. അണ്ണ, ഇന്ന ചാവി. സുനി എറിഞ്ഞ ചാവി വാങ്ങി നന്ദൻ പുറത്തേക്ക് ഇറങ്ങി. ഒറ്റയ്ക്കായതുകൊണ്ട് പേടി കാരണം ഉറക്കമേ വരുന്നില്ല. അതിനിടയ്ക്ക് ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടതും പേടി കൂടി. ദേവു ഹാളിലെ ഡോറിന്റെ അടുത്ത് ലൈറ്റ് ഇടാതെ ചെവി ചേർത്ത് നിന്നു. ദേവിക. ഡോറ് തട്ടും വിളിയും കേട്ടപ്പോൾ ആശ്വാസം. വേഗം ഡോർ തുറന്നു. സങ്കടവും ദേഷ്യം എല്ലാം വന്നു. പക്ഷേ ഒന്നും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം നന്ദന്റെ പുറത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കഴിക്കാൻ എടുക്കട്ടെ? ദേവ് ഡോറടച്ചു. വേണ്ട. അവൻ വാച്ചും പേഴ്സും ടേബിളിൽ വെച്ചു. കൂട്ടുകാരന് എങ്ങനെയുണ്ട്? ഐസിയുലാണ്, ഒന്നും പറയാറായിട്ടില്ല. ദേവ് തിരികെ തൻ്റെ മുറിയിലേക്ക് നടന്നു. ദേവിക. നന്ദന്റെ ശബ്ദം. ദേവ് പ്രതീക്ഷയോടെ തിരിഞ്ഞു. അന്ന് നീ ചോദിച്ചില്ലേ എനിക്ക് വല്ല ഇഷ്ടമുണ്ടായിരുന്നു എന്ന്? നെഞ്ചിലൊരു സ്ഫോടനത്തിന്റെ തുടക്കം ദേവു അറിഞ്ഞു. എന്നാലും തലയാട്ടി.
എനിക്കൊരു ഇഷ്ടമുണ്ട്. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ. ചങ്കിൽ കത്തി കുത്തിയിറക്കുന്നത് അവൾ വ്യക്തമായി അറിഞ്ഞു. ഹൃദയത്തിൽ നിന്നും ചോര പൊടിയുന്നുണ്ട്. കണ്ണുകൾ നിറയാതിരിക്കാൻ നന്നെ പാടുപെട്ടു. ഞാൻ പോവണോ? ദേവു തൊണ്ടമിനിക്കാണ് ചോദിച്ചത്. ഏയ് വേണ്ട. ദേവിക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. എൻ്റെ നല്ലൊരു സുഹൃത്തായി. പിന്നെ ആ താലി അത് കഴുത്തിലിടണ്ട. ആ ചെയിൻ മാത്രം ഇട്ടാൽ മതി. താലി അഴിച്ചു വെച്ചേക്ക്. നന്ദന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ നിന്നുരുകി. ദേവ് ചിരിക്കാൻ ശ്രമിച്ചു. ഇറ്റ്സ് ഓക്കെ. ദേവ് ചിരിച്ചു. അവളുടെ ചിരി നന്ദന്റെ മനസ്സിൽ നോവായി. ഗുഡ് നൈറ്റ്. ദേവ് ചിരിയോടെ പറഞ്ഞിട്ട് തിരിഞ്ഞു. അപ്പോഴേക്കും പിടിച്ചു വെച്ച കണ്ണീർ ചതിച്ചു. കണ്ണുകൾ നീറിപ്പോഞ്ഞു. വേഗം മുറിയിൽ ചെന്ന് വാതിലടച്ചു. താലി അഴിക്കാൻ പറഞ്ഞിട്ടും ചിരിയോടെ പോകുന്നവളെ കണ്ട് നന്ദൻ വേദനയോടെ ചിരിച്ചു. നന്ദൻ മുറിയിലേക്ക് നടന്നു. ബെഡിൽ കിടന്ന് കണ്ണുകൾ അടച്ചു. നെഞ്ചിൽ എന്തോ വല്ലാത്ത ഭാരം. അതിശയം തോന്നുന്നു. ഒരു ദിനം കൊണ്ട് പെണ്ണ് ചങ്കിൽ കയറി. അതും പറിച്ചു കളയാൻ പറ്റാത്ത വിധം. നന്ദൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ദേവു തന്നെ എല്ലാം ചെയ്തിരുന്നു. നന്ദനെ കണ്ടതും അവൾ വേഗം ചായ ചൂടാക്കി കൊടുത്തു. എന്തേ എന്ന് വിളിച്ചില്ല? നന്ദൻ ചായ ഒരിറക്ക് കുടിച്ചു. ഏയ്, അത്രയ്ക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് പറയുമ്പോൾ അറിയാതെ പോലും അവൻ്റെ മുഖത്ത് നോക്കാതിരിക്കാൻ ദേവു പ്രത്യേകം ശ്രദ്ധിച്ചു. ഒന്ന് നോക്കിയാൽ ആ മിഴികളിൽ കുടുങ്ങും. നന്ദന് എന്തോ വല്ലായ്ക തോന്നി. കുളിക്കുന്നില്ലേ? ദേവു പറഞ്ഞപ്പോഴാണ് സമയം നോക്കുന്നത്. 7:30. ചായ വേഗം കുടിച്ച് ഗ്ലാസ് കഴുകി ബാത്റൂമിലേക്ക് ഓടി. നന്ദൻ ഒരുങ്ങിയിറങ്ങുമ്പോൾ ഡൈനിങ് ടേബിളിൽ പൊതിച്ചോറുണ്ടായിരുന്നു. അതെടുത്ത് വേഗം കവറിൽ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. കഴിക്കുന്നില്ലേ? വേണ്ട, വൈകി. തിരിച്ചു നടക്കുമ്പോൾ ദേവുവിൻ്റെ കണ്ണിലെ നിരാശ നന്ദൻ ശ്രദ്ധിച്ചു. ഇനി തോന്നിയതാണോ? എന്നിട്ട് നീ എന്തു പറഞ്ഞു? നീതു ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. ശബ്ദത്തിൽ ഇടർച്ചയും ദേഷ്യവും. അങ്ങേര് ചുമ്മാ നിന്നെ മൂപ്പിക്കാൻ പറഞ്ഞതാവും, നീതു പറഞ്ഞു. പിന്നെ സ്വന്തം ഭാര്യയാണല്ലേ ഇങ്ങനെ പറയുന്നേ? ഇതൊന്നും ആർക്കും കള്ളം പറയേണ്ട കാര്യമില്ല. ഓഹോ, എന്നിട്ട് നീ എന്താ തീരുമാനിച്ചു? കാമുകി വരുമ്പോൾ ഭർത്താവിനെ തിരികെ കൊടുക്കോ? നന്ദേട്ടൻ ഇറങ്ങിപ്പോയെന്ന് പറയുന്നവരെ ഞാൻ അങ്ങേരുടെ വീട്ടിലും കാണും, ജീവിതത്തിലും കാണും. മനസ്സിൽ കാണും. അതിന് ഉത്തരം നൽകാൻ കഴിയാതെ ദേവു തലതാഴ്ത്തിയിരുന്നു. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ അങ്ങേരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത് ആൾക്കറിയില്ലല്ലോ. അതെങ്ങനെയെങ്കിലും ആളറിയണം. എന്തിന്? വേണ്ട. ദേവു കരച്ചിലോടെ മുഖം പൊത്തി. ദേവു, നീതു പിടിച്ച് അവൾ നെഞ്ചിലേക്ക് ചേർത്തു. കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലടി, ദേവു കരച്ചിലോടെ പറഞ്ഞു. നമുക്ക് ശരിയാക്കാം. നീ കരയാതിരിക്കെ. വേണ്ട, ഒന്നും ശരിയാവണ്ട. ഇതിലും നല്ലത് അങ്ങ് ചത്താൽ മതിയായിരുന്നു. ദേവ് മൂക്ക് തുടച്ചു. ദേ, ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ. അങ്ങേര് ആര് പ്രേമിച്ചാലും ഇല്ലെങ്കിലും നീയാണിപ്പോൾ ഭാര്യ. നിന്നെ മാത്രമേ അയാൾക്ക് സ്നേഹിക്കാൻ ഇനി അവകാശമുള്ളൂ. വേറെ ആരെങ്കിലും ഇനി സ്നേഹിക്കാൻ പോയാൽ അത് അവിഹിതമാണ്. നീ കെട്ടണമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നതൊന്നും അല്ലല്ലോ. അങ്ങേരുടെ തീരുമാനത്തോടെ അല്ലേ? നീ കുറച്ചുകൂടെ സ്ട്രോങ് ആവ്. നിന്റെ പ്രോപ്പർട്ടിയാണത്. ദേ, ഈ കഴുത്തിൽ കിടക്കുന്നതാണ് അതിനുള്ള ഉടമസ്ഥാവകാശം. ഇനി ആര് ചോദിക്കാൻ വന്നാലും നീയുള്ളപ്പോൾ നിന്നെക്കാൾ അവകാശം ആർക്കുമില്ല. നീതു അവളുടെ കഴുത്തിലെ താലി നേരിട്ട് കൊടുത്തു. ദേവു വീണ്ടും അതെടുത്ത് ഉള്ളിലേക്കിട്ട് പിൻസൂചി കുത്തിവെച്ചു. ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എന്താ? ദേവു കണ്ണുമിഴിച്ചു. എടി, നീ ഇത് പുറത്തേക്കിട്. ഇത് എന്നോട് അഴിച്ചു വയ്ക്കാൻ പറഞ്ഞതാടി. അതിന് നിനക്ക് പറ്റത്തില്ലെന്ന് പറയണം. ദേവു ധർമ്മസങ്കടത്തോടെ മുഖം കുനിച്ചു. എന്നിട്ട് താലി അഴിച്ചു വെച്ചു. കണ്ണൻ്റെ കണ്ണുകളിൽ ആകാംക്ഷ. അറിയില്ല, ഞാൻ നോക്കിയില്ല. ഇന്ന് രാവിലെ ജോലി ചെയ്യാനൊന്നും എന്നെ വിളിച്ചില്ല. അതെന്താ? അറിയില്ല. വാർഡിന് മുമ്പിൽ എത്തിയപ്പോൾ രണ്ടാളും നിശബ്ദമായി. സ്നേഹ ചുമരിച്ചാരി നിൽക്കുന്നുണ്ട്. ദിനേശിൻ്റെ അടുത്ത് അമ്മ ഇരിക്കുന്നുണ്ട്. രണ്ടാളും ഉള്ളിലേക്ക് കയറി. നന്ദൻ അമ്മയുടെ കയ്യിൽ നിർബന്ധിച്ച് കുറച്ച് കാശ് വെച്ചു കൊടുത്തു. സ്നേഹയെ കണ്ടപ്പോൾ നന്ദൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ദിനേശിനെ ഉണർത്താതെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് അവർ ഇറങ്ങി. വരാന്തയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ നന്ദൻ്റെ മനസ്സ് മുഴുവനും ദിനേശായിരുന്നു. അവളെ മുമ്പേ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കല്യാണം ആലോചിച്ചു ചെന്നത്. നല്ല പയ്യനായതുകൊണ്ട് അവളുടെ വീട്ടുകാർ കെട്ടിക്കുകയും ചെയ്തു. പാവം അല്ലേ നന്ദേട്ട? കണ്ണനൊന്ന് നിശ്വസിച്ചു. നന്ദേട്ട വിളികേട്ട് രണ്ടാളും തിരിഞ്ഞു നോക്കി. സ്നേഹയാണ് ഓടിപ്പിടിച്ചു വരുന്നുണ്ട്. നിറഞ്ഞ കണ്ണുകൾ ചുവന്നിരുന്നു. നന്ദൻ ചോദിച്ചു. എനിക്ക് നന്ദേട്ടനോട് ഒരു കാര്യം. സ്നേഹ കണ്ണനെ നോക്കി. കണ്ണൻ മുന്നോട്ട് നടന്ന് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങി നിന്നു. പറഞ്ഞോ. നന്ദൻ ഗൗരവത്തിലായി. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു. അറിയാം, ദിനേശ് പറഞ്ഞിട്ടുണ്ട്. നന്ദൻ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, സ്നേഹ പറഞ്ഞു. കണ്ണൻ ചെവിയൊന്ന് കൂർപ്പിച്ചു. ആരാണാവോ?
ആരായാലും ഇപ്പോൾ നിനക്ക് വലുത് നിന്നെ താലി കെട്ടിയ നിന്റെ ഭർത്താവാണ്. അവനെ മറന്ന് നീ മറ്റവൻ്റെ കൂടെ ജീവിക്കാനാണെങ്കിൽ മോളെ നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. സ്നേഹ ഒന്ന് ചിരിച്ചു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ദിനേശേട്ടൻ മാത്രമാണ് മനസ്സിൽ. പക്ഷേ എന്തോ ആ മുമ്പത്തെ ഇഷ്ടം അങ്ങനെ പറിച്ചറിയാൻ കഴിയുന്നില്ല. അത് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ. സ്നേഹ കരച്ചിലോടെ മുഖം താഴ്ത്തി. നന്ദന്റെ മുഖം ചുളിഞ്ഞു. മനസ്സിലായില്ല. എനിക്ക് നന്ദേട്ടനെ ഇഷ്ടമായിരുന്നു 3 കൊല്ലം മുമ്പ് വരെ. ദിനേശേട്ടന്റെ ആലോചന വന്നപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞതാണ് നന്ദേട്ടന്റെ കാര്യം. പക്ഷെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. അവരുടെ നിർബന്ധം കാരണം എനിക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. സ്നേഹ മുഖമുയർത്തി നന്ദനെ നോക്കി. അവിടെ യാതൊരു തരത്തിലുള്ള ഭാവഭേദവുമില്ല. നന്ദേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എന്തോ എനിക്ക് ദിനേശേട്ടൻ്റെ കൂടെ ജീവിക്കാൻ തോന്നിയില്ല. കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് വിഷമം തോന്നിയെങ്കിലും ഇപ്പോഴും സമാധാനമായത്. പുതിയൊരു ജീവിതം ദിനേശേട്ടനുമായി ജീവിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാ ഇങ്ങനെ. സ്നേഹ കണ്ണീർ തുടച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ നോക്ക്. ഓരോ പ്രായത്തിൽ ഓരോന്നൊക്കെ തോന്നും. അതൊക്കെ സാധാരണമാണ്. ഇനിയെങ്കിലും മറ്റുള്ളവരെ മനസ്സിലാക്കി ജീവിക്ക്. നന്ദൻ അവസാനം എന്നോണം പറഞ്ഞു. സ്നേഹ മിഴികൾ തുടച്ച് തലയാട്ടി. ദേവികയായിട്ട് ശരിക്കും ഇഷ്ടത്തിലായിരുന്നോ? സ്നേഹയുടെ ചോദ്യം മനസ്സിൽ ചിരി പടർത്തി. അവൻ ചെറിയ ചിരിയോടെ മൂളി. സ്നേഹ പാതി സന്തോഷത്തോടെയും സങ്കടത്തോടെയും തിരിഞ്ഞു നടന്നു. ദേവികയുമായി ഇഷ്ടത്തിൽ. നന്ദന് പിന്നെയും ചിരി വന്നു. എന്തായിരുന്നു നന്ദേട്ടാ? ഒളിഞ്ഞു നിന്ന് എല്ലാം കേട്ടതും പോരാ, നിന്റെ ഒരു അഭിനയം. നന്ദൻ അവന്റെ മുതുകിലൊന്നിടിച്ചു. കണ്ണൻ ചിരിച്ചു. ആരോടും പറയരുത് കേട്ടല്ലോ? നന്ദൻ വാണിംഗ് പോലെ പറഞ്ഞു. വൈകുന്നേരം നേരത്തെ ഇറങ്ങി. 4:30 ആയപ്പോഴേക്കും വീട്ടിലെത്തി. ഉമ്മറത്തെ വാതിലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇവളിത് എവിടെ പോയി? ഇനി കാമുകന്റെ കൂടെ എങ്ങാനും. ചേ, ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ? തുണിയലക്കുന്ന ശബ്ദം കേട്ടതും അവൻ അടുക്കള ഭാഗത്തെ തോടിന്റെ അരികിലേക്ക് ചെന്നു. ദേവ് തോട്ടിലിറങ്ങി നിന്ന് പടവ് കെട്ടിയ കരിങ്കല്ലിൽ തുണി അലക്കുകയാണ്. ഓങ്ങി കല്ലിൽ തല്ലുന്നത് തന്റെ ഷർട്ടാണെന്ന് കണ്ടതും നന്ദനൊന്ന് ഉമിനീരിറക്കി. ഇനി എന്നോട് വല്ല ദേഷ്യം ഉണ്ടാവോ? അത് ഷർട്ടിൽ തീർക്കുന്നതാണോ? ദേവ് ഷർട്ട് നനയ്ക്കാൻ തോട്ടിലേക്ക് കുനിഞ്ഞു നിന്നതും നന്ദൻ വേഗം മുഖം തിരിച്ചു. വെളുത്ത മാറ് പകുതിയും കാണുന്നുണ്ട്. നന്ദൻ വീണ്ടും നോക്കി. കണ്ണു ചുരുക്കി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. വെളുത്ത മാറിൽ ചേർന്ന് താഴേക്കാടുന്ന താലി. അവൾ ഉയർന്ന് തുണി അലക്കുമ്പോൾ അവളുടെ നെഞ്ചിലെ ചുരിദാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണത്താലി. നന്ദൻ കണ്ടത് ശരിയല്ലേ എന്ന് തോന്നി. കണ്ണു തിരുമ്മി വീണ്ടും നോക്കി. അതെ, അത് താലി തന്നെ. വേഗം തിരിഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. വേഗം ഉമ്മറത്തെ തിണ്ണിൽ കയറിയിരുന്നു. ദേവു! ഉറക്കെ നീട്ടിയുള്ള വിളി. അടുത്ത വിളിക്ക് മുന്നേ പാതി നനഞ്ഞ പെണ്ണ് വീടിന്റെ സൈഡിൽ ഹാജരായി. അവൾ പുരികമുയർത്തി അടുത്തേക്ക് വന്നു. ചായ കുടിച്ചോ? നന്ദൻ ഒന്ന് പരുങ്ങി. ഇല്ല, കുറച്ച് അലക്കാനുണ്ട്. ദേവ് കിതച്ചു. ഞാൻ വയ്ക്കാം. നന്ദൻ എഴുന്നേറ്റു. വേണ്ട, എൻ്റെ ഇപ്പോൾ കഴിയും. ദേവ് തടയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ചായയാവും. നന്ദൻ വീടിന്റെ സൈഡിലൂടെ നടന്ന് അടുക്കള ഭാഗം വഴി ഉള്ളിലേക്ക് കയറി. ദേവ് ചെറിയ പുഞ്ചിരിയോടെ തോട്ടിലേക്ക് ഇറങ്ങി. എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ദേവു എന്നുള്ള വിളി. പക്ഷെ ആ മനസ്സിൽ സ്ഥാനമില്ലെന്ന് ഓർക്കുമ്പോഴാ. വളരെ വേഗത്തിൽ ഒഴുകുന്ന തണുത്ത വെള്ളം മുഖത്തേക്ക് അമർത്തി തെളിച്ച് വീണ്ടും അലക്ക് തുടർന്നു. തോടിന്റെ അരികിൽ നിൽക്കുന്ന കൈതപ്പൂവിന്റെ മനം കുളിർക്കുന്ന മണം ഇളങ്കാറ്റിൽ പരന്നു. ആ നേരം ഡ്രസ് മാറി നന്ദൻ ഒരു മൂളിപ്പാട്ടോടെ അടുക്കളയിൽ കയറിയിരുന്നു.